ഒരു വണ്ടി ബോധപൂർവം അവർ മുന്നിൽ പോയിരുന്ന് ഇവരോട് ബഹളം വെച്ചതാണോ? അങ്ങനെ ആ ഡ്രൈവറോട് ഒരു മുൻവൈരാഗ്യമൊന്നും ഇല്ലല്ലോ. ആ ഡ്രൈവറോടോ അല്ലെങ്കിൽ KSRTCയോടോ ഒരു മുൻവൈരാഗ്യവും ഇല്ല മേയർക്ക്, സച്ചിനും ഇല്ല. ആ സമയത്ത് അവർക്ക് ഉണ്ടായ വലിയ പ്രയാസം, ആ പ്രയാസത്തിലുള്ള ഒരു സ്വാഭാവികമായ പ്രതികരണം, ആ പ്രതികരണത്തിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവരടിക്കാൻ അവരെ കൂടെ കുറച്ച് ആളുമുണ്ട്, 3-4 പേരില്ല വാഹനത്തിൽ, അവരെ മർദ്ദിക്കാൻ ഒന്നും പോയില്ലല്ലോ, സംസാരിക്കാണ്. നമ്മളൊക്കെ സംസാരിക്കാറില്ല അങ്ങനെ? ഈ വാഹനവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം റാഷ് ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാറുണ്ട്. ആ സംസാരത്തിനിടയിൽ അവർ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ, ഇത് അവർ പുറത്തു വിട്ടല്ലോ, അവർ തന്നെ ചോദ്യം തുടങ്ങുന്നത് എങ്ങനെയാ? എന്താണ് ആംഗ്യം കാണിച്ചത് എന്നല്ലേ? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പിന്നെയും ഇത് ഒരു ഭാഗത്ത് മേയർ ഒരു 5 വർഷത്തെ, ഇനിയും ഒരു 2 വർഷത്തെ കാലയുള്ള പോസ്റ്റല്ലേ, ഞങ്ങളുടെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ളൊരു പെൺകുട്ടിയല്ലേ, എന്തിനാണ് ഇങ്ങനെ അവരെ ആക്രമിക്കുന്നത്? എന്ത് വൃത്തികെട്ട രീതിയിലാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇങ്ങനെ പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത്? അത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ മാധ്യമങ്ങൾ 1-2 വാർത്ത പടച്ചു കൊടുക്കും, എന്നിട്ട് അത് ഏറ്റുപിടിച്ച് വലിയ രീതിയിൽ ഇവിടെ ഈ സൈബർ എന്ന് പറയുന്ന ലോകത്ത് കോട്ടയം കുഞ്ഞച്ചന്മാരെ ഇറക്കിയിട്ട് ഈ കോൺഗ്രസിൻ്റെ ഈ വ്യാജന്മാർ അങ്ങ് വിലസുക, എന്തും പറയുക, എന്തും പ്രചരിപ്പിക്കുക. എത്രയെന്ന് വെച്ചിട്ടാ പരാതി കൊടുക്കുക? CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും DYFIയുടെയും ഒക്കെ ഭാഗമായി നിൽക്കുന്നവർക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഈ പൊതു മാധ്യമത്തിലൂടെ വരുന്നത്? കാണുന്നില്ലല്ലോ. അതിന് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന ജയശങ്കരന്മാർ ഇവിടെ ഉണ്ടാവുക, അത് കാണുന്നില്ലേ? ഈ ജയശങ്കരൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കേൾക്ക്. എന്തൊരു വൃത്തികെട്ട രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളിപ്പോൾ ഞങ്ങൾക്കൊക്കെ ചാർത്തി തരുന്ന പട്ടം അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ബോംബുണ്ടാക്കി ഗുണ്ടാപ്പടാം അതൊക്കെയാണ് നിങ്ങൾക്ക് ചാർത്തി തരുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് എന്തെങ്കിലും ശേഷിയോ, ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജനാധിപത്യത്തെ കയ്യിലെടുക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇമ്മാതിരി വർത്താനം പറയുന്ന ജയശങ്കരന്മാരെ ഞങ്ങൾ വെറുതെ വിടുമോ? ഞങ്ങളാരും അതിന് മെനക്കെടുന്നില്ലല്ലോ. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തന്നെ ഇവരെയൊക്കെ പ്രതിരോധിക്കുന്നത്. പക്ഷെ നിങ്ങൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവർ പോലും ഇടതുപക്ഷക്കാരാണെങ്കിൽ അവർ വേട്ടയാടപ്പെടണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് പോകുന്നത് സങ്കടകരമാണ്. അതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോകണം. ആര്യ ഒരു പെൺകുട്ടിയാണ്, അവരുടെ ആ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെയുള്ള നടപടിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ നിൽക്കേണ്ടത്.